എന്തുകൊണ്ട് അങ്ങനെ പുണ്യവാനി സഹാക്കിനുണ്ടായി രണ്ടു മക്കൾ, ഒന്നാമൻ യേശാവും രണ്ടാമൻ യാക്കോബ്. എന്നാലും എന്റെ ജോസച്ചായ, നിങ്ങളെ ഞാൻ കണ്ണൂട്ടാൻ വൈകിപ്പോയല്ലോ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ്. നമ്മക്ക് കണ്ടുമുട്ടിയില്ലേ? ഇനിയുള്ള എന്റെ ജീവിതം ജോസച്ചായന്റെ കൂടെ ഇരിക്കും. ഓക്കെ, അപ്പൊ നാളെ കാണാം. നാളെ? എന്ത് നാളെ ചേട്ടാ? ഇന്ന് മുതൽ നമ്മ ഒരുമിച്ചാണ്. ആ, നമുക്ക് ഒന്നെങ്കിൽ എന്റെ വീട്ടിൽ, അല്ലെങ്കിൽ ചേട്ടന്റെ വീട്ടിൽ, അത്രേ ഉള്ളൂ. അപ്പൊ അത് കാലത്തെ അടിക്കാൻ പോകും. നമ്മിനെ ഒരുമിച്ച് നമ്മൾ ഇനി ആഘോഷത്തിന്റെ നാളാണ്. ആഘോഷം ആരാണ് ആ മുട്ടത് ആരാണെന്ന് നോക്കുമ്പോടെ എന്താണ് ഉറക്കാനും താമസം? പാടൂ. ഇതാണ് എന്റെ ഭാര്യ. പിന്നെ 1 2 3 മക്കളുണ്ട്. പിന്നെ ഇത് എന്റെ പൊന്നപ്പൻ. അവന്റെ ഒരു ഗുരു. ഞങ്ങൾ കഴിച്ചുട്ടോ. അമ്മ ഇവനെ അപ്പനെ വിളിച്ചു. ഇവനും എന്റെ അപ്പനെ വിളിച്ചു. ഞാൻ കുറെ നേരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ തമ്മിൽ വല്ല പരിചയമുണ്ടോ? അല്ലെങ്കിൽ വല്ല ബന്ധമുണ്ടോ? ഉണ്ട്, ബന്ധമുണ്ട്. അങ്ങനെ എന്റെ പിള്ളേരുടെ അച്ഛനെ ഈ നിൽക്കുന്ന ജോസേട്ടനാ. എവിടുന്ന് കിട്ടണം ഈ പൊട്ടനെ? ശരി, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. നിങ്ങളുടെ വീടാണെന്നല്ലേ? തന്റെ പാല് ലോട്ടൊക്കെ നടക്കുന്ന വീട്ടോട്ട് വലിച്ചോണ്ട് വരണം തന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട്. ഞാനങ്ങ് പേടിച്ചു പോയടി. എന്റെ കിളി പോയതാടി, ക്ഷമിക്കടി. അതിനെന്നാ തന്റെ കിളി പോവാതെ? ഈ സാധനം എവിടുന്ന് കിട്ടിയോ അവിടെ കൊണ്ട് കളഞ്ഞോളൂ. അത് അച്ഛനെങ്കിലും ഒന്ന് പറയാൻ പാടുന്ന അച്ഛാ. ബെസ്റ്റ്, അത് നിങ്ങൾക്ക് അറിയത്തില്ലേ? അങ്ങനത്തെ കിളി പണ്ടേ പോയതാ. അനാവശ്യം പറയരുത് വയ്യാത്ത അച്ഛനെ കുറിച്ച്. പിന്നെ വയ്യാത്ത അച്ഛൻ എന്റെ പൊന്നപ്പ.